ഹായ് ഹലോ. നമുക്ക് നമ്മുടെ ആനന്ദ നടനം കൂടി കേട്ട് തുടങ്ങിയാലോ. ആനന്ദ നേരെ ഉപമിച്ചെന്ന് ദക്ഷയുടെ കാലെടുത്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. കാതിൽ ആ മധുരശബ്ദം വല്ലാതെ നിലയടിച്ചു. അനന്തേട്ടാ, എന്തോ? അവൻ വിളി കേട്ടു. എവിടെയായിരുന്നു ഇതുവരെ? ഫോൺ എടുത്തതേ ഇല്ലല്ലോ, അവൾ സങ്കടത്തോട് പറഞ്ഞു. അവൻ പതുക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് തിരക്കായിരുന്നു മോളെ. പിന്നെ രാവിലെ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. രാവിലെ അമ്മയും കൊണ്ട് വസ്തുവെച്ചിന് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയതും, പിന്നീട് നിന്ന് രാജീവിനെ കാണാൻ പോയതും, അവിടെ നിന്നും പാർട്ടി കമ്മിറ്റിക്ക് പോയതും. മുടിയേറ്റ് ഉത്സവം വരികയാണല്ലോ. അപ്പോൾ എല്ലാ വർഷവും മുടിയേറ്റ് ഉത്സവത്തിന് രണ്ട് കരക്കാരൻ തമ്മിൽ വഴക്കുണ്ടാവുക പതിവാണ്. ഇപ്രാവശ്യം അതൊന്നും സംഭവിക്കാതിരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് തനിക്കാണ്. മുടിയേറ്റ് ഉത്സവത്തിൻ്റെ ചുമതല മുഴുവൻ പാർട്ടി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാരണം അവൾക്ക് പേടിയാണ് തോന്നിയത്. അനന്തൻ്റെ സ്വഭാവം ഇപ്പോൾ ഏറെക്കുറെ അവൾക്കറിയാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവർക്ക് അടിക്കൊടുക്കുക തന്നെ ചെയ്യും അനന്തേട്ടൻ. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും പേടി. രക്ഷ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ അനന്തേട്ടൻ്റെ സ്വഭാവം ആലോചിച്ചതാ. ആരോടും വഴക്കൊന്നും വേണ്ട ഏട്ടാ. എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ അനന്തേട്ടൻ്റെ അതിപ്പോൾ പറ്റില്ല. ഏട്ടനില്ലെങ്കിൽ പിന്നെ ഈ രക്ഷയില്ല ഈ ഭൂമിയിൽ. അതെ, അതവന് നല്ലവണ്ണം ഇപ്പോൾ അറിയാം. അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അന്നത്തെ ആ രാത്രി. രാത്രി മുഴുവൻ കരഞ്ഞ് തളർന്നുറങ്ങിയ ദിശ താൻ അരികിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവളെ തന്നെ നെഞ്ചി ചേർത്ത് പിടിച്ച് താൻ ഉറക്കിയനെ. ഒരുപാട് ഉമ്മകൾ കൊണ്ട് താൻ അവളെ വീർപ്പ് മുട്ടിച്ചനെ. അവനൊരു നേർത്ത ചിരിയോടെ ആലോചിച്ചു. അനന്തേട്ടാ, ആ ഒറ്റ വിളിയിൽ അവൾക്ക് അവരോടുള്ള സ്നേഹം മുഴുവനുണ്ടായിരുന്നു. ഓരോ നിമിഷം കഴിയും തോറും ആ സ്നേഹം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ലോകത്തിപ്പോൾ അനന്തൻ മാത്രമാണുള്ളത്. അവൻ്റെ സ്നേഹനിശ്വാസങ്ങൾ നെഞ്ചിലേറ്റി വാങ്ങി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പെണ്ണ്. അത്രയധികം ദക്ഷ ഇപ്പോൾ അനന്തനെ സ്നേഹിക്കുന്നു. എത്ര പറിച്ചെറിയാൻ ശ്രമിച്ചാലും അടർന്നു പോകാൻ കഴിയാത്ത വിധം അവരിപ്പോൾ പരസ്പരം വല്ലാതെ സ്നേഹിക്കുന്നു. ചില പൈങ്കിളി പ്രേമക്കാരെ പോലെ അവിടെ പിറകെ നടന്ന് പ്രേമിക്കാനൊന്നും അനന്തനെ കിട്ടില്ല. ആ മനസ്സിൽ ദക്ഷയുണ്ട്. മറ്റൊന്നിനേക്കാളും അവനിപ്പോൾ ദക്ഷയെ സ്നേഹിക്കുന്നുണ്ട്. അത് പ്രകടിപ്പിക്കാൻ പക്ഷെ അവൻ ഈ വഴികൾ മാത്രമേ അറിയൂ. അനന്തൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ മതിയെന്ന് തന്നെയാണ് പക്ഷേ ദക്ഷയ്ക്കും. എന്നാൽ ശരി, എൻ്റെ പച്ചക്കിളി ഫോൺ വെച്ചോ, അവൻ പറഞ്ഞു. ആഹാ, ഏട്ടനെന്താ പറഞ്ഞേ? പച്ചക്കിളി എന്നോ? അതെന്തപ്പോൾ അങ്ങനെ? അവൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം നിന്നെ കാണുമ്പോഴേ നീ മൊത്തം പച്ചമയമായിരുന്നു. അന്നേ എൻ്റെ കണ്ണിൽ ഉടക്കിയതായി ഈ രൂപം. ആഹാ, എന്നിട്ട് അവളും ചിരിച്ചു. അപ്പോൾ ആദ്യം കേട്ടപ്പോഴേ ഏട്ടൻ്റെ എന്നെ ഇഷ്ടമായിരുന്നു അല്ലേ? കള്ളൻ. എന്നിട്ടാണോ ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ ഇത്രയും ഗമ കാണിച്ചത്? പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു. അല്ല, നീ എപ്പോഴാണ് എന്നോട് ഇഷ്ടം പറഞ്ഞത്? അതോടെ രണ്ടുപേരും ചിരിയായി. ശരിയാണ്, രണ്ടുപേരും ഒരിഷ്ടവും തുറന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല. പരസ്പരം പ്രണയം പറയാതെ പറഞ്ഞവർ അതായിരുന്നു ദക്ഷയും അനന്തനും. അവൻ ഫോൺ വെച്ചു. പിറകിൽ ഒരു മുരടനക്കം കേട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ കണ്ടു തൊട്ടുപിറകിൽ മീനുട്ടി. എന്താ മോളെ? അവൻ ചോദിച്ചു. മീനുട്ടി അവനരികിൽ കട്ടിൽ വന്നിരുന്നു. ഏട്ടനിപ്പോൾ ദക്ഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഏട്ടനറിയുമോ, ഇന്നലെ ദാമോദരച്ചേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. ആ മനുഷ്യന് ഏട്ടനെ ഓർത്തിട്ട് ഒരുപാട് പേടിയുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു തന്നു. ദക്ഷ 10ൽ പഠിക്കുന്ന കാലം. അന്നവിടെ ഒരു മാഷും കുടുംബവും ജീവിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകനായ അരവിന്ദ്. ആ കുട്ടിയുടെ പേര് അരവിന്ദ് എന്നായിരുന്നു. ദക്ഷയും ആ കുട്ടിയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അവൻ ആ വീട്ടിൽ ആ മനയിൽ സർവ്വസ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പതുക്കെ ദക്ഷയും അരവിന്ദും അടുപ്പത്തിലായി. അതറിഞ്ഞ രുദ്രമഹാദേവർ ഒറ്റ രാത്രി കൊണ്ട് ആ കുടുംബത്തെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചു. അതോടെ ദക്ഷ ആരോടും കൂടുതൽ സംസാരിക്കാതെയായി. അരവിന്ദ് അവളോട് പറയാതെ പോയി എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്നും അവൾക്കറിയില്ല അവിടെ അച്ഛൻ കാരണമാണ് അരവിന്ദും കുടുംബവും ഇവിടെ നിന്നും പോയതെന്ന്.
ഇതൊന്നും എനിക്കറിയില്ല എന്ന് കരുതിയാണ് ദാമോദരേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ എല്ലാം അറിയുന്ന എനിക്ക് ഞാനും ഇന്നാണ് അറിയുന്നത് അരവിന്ദനും കുടുംബവും ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് അവിടെ അച്ഛനാണെന്ന്. ബാക്കിയെല്ലാം എനിക്കറിയാമായിരുന്നു. ദശയുടെ കളിക്കൂട്ടുകാരിയായ എനിക്കറിയില്ല പിന്നെ ആർക്കാണ് അവളെ പറ്റി അറിയുക? അവളൊരു പാവാണേട്ടാ. എനിക്കിതൊക്കെ കേട്ടിട്ട് നല്ല പേടിയുണ്ട്. അവിടെ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. അവനെല്ലാം കേട്ട് നിശബ്ദനായിട്ടിരുന്നു. എന്നല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം അവനറിയാം ദശയുടെ അച്ഛൻ ഒരിക്കലും തങ്ങളെ അംഗീകരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആദ്യമെല്ലാം ഒഴിഞ്ഞു മാറിപ്പോയത്. എന്നിട്ടും പരാജയപ്പെട്ടു പോയി. ഇപ്പോഴവൻ തൻ്റെ പ്രാണൻ്റെ പ്രാണനായി ദശയെ സ്നേഹിക്കുന്നു. തനിക്കിനി അവളെ ദക്ഷയെ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റുമോ? അവൻ തന്നോട് തന്നെ ചോദിച്ചു. പിറ്റേന്ന് തന്നെ രാജീവ് ജാതകം കൊണ്ടുവന്ന് കൊടുത്തു. ആനന്ദൻ രണ്ടുപേരുടെയും ജാതകം കൊണ്ടുപോയി കൈപ്പറ്റൂർ മനയിൽ ബ്രഹ്മമിത്ര നമ്പൂതിരിപ്പാടിനെ കാണിച്ചു. അദ്ദേഹം അത് പരിശോധിച്ച് പൊരുത്തവും വിവാഹ മുഹൂർത്തവും എടുത്തു. പൊരുത്തം 10-ൽ 10 ഉണ്ടായിരുന്നു. മുഹൂർത്തം 2 മുഹൂർത്തം എടുക്കുകയുണ്ടായി. ഒന്ന് മുടിയേറ്റിന് മുമ്പ് ഒരു മുഹൂർത്തം, മറ്റൊന്ന് മുടിയേറ്റിന് ശേഷമുള്ള മുഹൂർത്തം. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആനന്ദനാണ്. അത് ആനന്ദനായി അദ്ദേഹം വിട്ടുകൊടുത്തു. രാജീവിനെ വിളിച്ച് തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. ബാക്കി കാര്യങ്ങൾ അന്ന് നമുക്ക് തീരുമാനിക്കാം. രാഹുലിനെ വിളിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിലെത്തിയ ആനന്ദൻ അമ്മയെ വിളിച്ച് ഒരു കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ചു. അവൾക്ക് ഒരുപാട് വയസ്സൊന്നുമില്ല. പക്ഷെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് തൻ്റെ കൂടി കടമയല്ലേ. മറ്റൊരിടത്ത് അന്നത്തെ അനന്തൻ്റെ അടിയോടെ വീട്ടിലൊക്കെ ഒതുങ്ങിയ ഗോവൻ പതുക്കെ പത്തിയൊക്കെ വിടർത്തി പുറത്ത് ചാട്ടി തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഓഹോ, അത് ശരി. അപ്പോൾ അവനാണോ ഇപ്രാവശ്യത്തെ മുടിയേറ്റിൻ്റെ ചുമതല? അടി തടയാനുള്ള ചുമതലയാണ് അവന് കൊടുത്തിരിക്കുന്നല്ലേ. അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവന് പൊള്ളണമെങ്കിലേ പെണ്ണുങ്ങളെ തൊടണം. ഏത് പെണ്ണിനെ തൊട്ടാലും അവന് പൊള്ളും. പാർട്ടി അടി തടയാതിരിക്കാൻ, അടി നടക്കാതിരിക്കാൻ ആരെ ഏൽപ്പിച്ചോ അവനെ കൊണ്ട് തന്നെ ഞാൻ ഈ മുടിയേറ്റ് ഉത്സവത്തിന് അടിയുണ്ടാക്കിക്കും. എന്നിട്ട് വേണം പാർട്ടിക്ക് അവനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവനെ പാർട്ടി വിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് പുറത്താക്കാൻ. അവൻ്റെ പതനം അതോടെ തുടങ്ങും. അവൻ്റെ അഹങ്കാരം അതോടെ തീർന്നു കിട്ടുകയും ചെയ്യും. അവൻ പകയോടെ മുരട്ടും. എന്നിട്ട് വേണം അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് വേണം ഞാൻ ആരാണെന്ന് അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. ഗോവൻ പല പദ്ധതികളും മനസ്സിൽ ആസൂത്രണം ചെയ്തു. അവൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടുനിന്ന ഒരാൾ അവനെ പരിചയപ്പെടാനെത്തി. അത് അരുണായിരുന്നു. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. ഗോവൻ്റെ സംസാരത്തിൽ നിന്ന് അവന് ആനന്ദനോട് തീരാത്ത പകയുണ്ടെന്ന് മനസ്സിലായി. ഒരു കാര്യം ഉറപ്പായി, ഒന്ന് കാര്യമൊട്ട് മുട്ടിയാൽ ഇവനെ കൊണ്ട് തന്നെയാണ് മറ്റവനെ തീർക്കാം. നമ്മുടെ അരുണിന് വല്ലാതെ സന്തോഷമായി. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന അവസ്ഥ. ഇതിനിടയ്ക്ക് ഗോപൻ അരുണിനോട് അവൻ എന്തുകൊണ്ടാണ് അനന്തനോട് ദേഷ്യമെന്ന് തിരക്കി. അവൻ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ദിശയെ കയറി പിടിച്ചതിനാണ് അവന് തല്ലി കിട്ടിയതെന്നറിഞ്ഞപ്പോൾ ഗോപൻ ഒന്ന് പിറകോട്ട് വലിഞ്ഞു. കാരണം ആദ്യത്തെ പേരത്തെ കിരീടം വയ്ക്കാത്ത രാജാവാണ് രുദ്രമഹാദേവർ. അയാളുടെ മകളെ കയറി പിടിച്ച ഇവനെ അയാളെ വെറുതെ വിട്ടെങ്കിൽ ഇവനെ അനന്തൻ കൈകാര്യം ചെയ്തത് അറിഞ്ഞിട്ടായിരിക്കില്ലേ. അപ്പോൾ താൻ ഇവനുമായി കൂട്ടുണ്ടെന്നറിഞ്ഞാൽ ചിലപ്പോൾ താൻ അയാളുടെ നോട്ടപ്പുള്ളിയായി മാറും. അത് വേണോ? അവൻ പതുക്കെ പിന്നോട്ട് വലിഞ്ഞു. എന്നിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവനോട് യാത്ര പറഞ്ഞ് പിന്തിരിഞ്ഞു. തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ രാജീവ് മീനുവിനെ കാണാൻ ചെന്ന്. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തു. മുടിയേറ്റിന് മുമ്പുള്ളൊരു മുഹൂർത്തം അവർ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് രാജീവ് തിരിഞ്ഞ് മീനൂട്ടി ഒന്ന് നോക്കി. കണ്ണുകൾ കൊണ്ട് താൻ പോവുകയാണെന്ന് അവളെ അറിയിച്ചു. അവളതിന് മറുപടിയായി നേർത്തൊരു പുഞ്ചിരി സമ്മാനിച്ചു. ചെമ്പോട്ടുമിനയിൽ രുദ്രനും വീണയും ദക്ഷയുടെ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അവളവിടെ ഇല്ലായിരുന്നു. സംസാരിച്ചു നിന്നവൾക്ക് രാഹുലിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവനെപ്പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണം. അവൾക്ക് ചെയ്തതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദക്ഷയുടെ വിളി വന്നു. അപ്പോഴും അവൾ രാഹുലിൻ്റെയും
മീരയുടെയും കാര്യം പറഞ്ഞു. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, മീനൂട്ടിയുടെ കല്യാണമാണ്, മുടിയേറ്റിന് മുമ്പുള്ള ഒരു മുഹൂർത്തമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ മീനൂട്ടി വിളിച്ച് പറഞ്ഞതാകാമെന്ന് അവർ ധരിച്ചു. പക്ഷെ അതെല്ലാം അവൾ അറിയുന്നത് അനന്തൻ വഴിയാണെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അവളുടെ നോട്ടത്തിൽ ദശ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും രാഹുലിനെയാണ്. തങ്ങളുടെ മകൾ അനന്തൻ എന്ന വ്യക്തിയെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. അനന്തൻ രാഹുലിനെ വിളിച്ച് കല്യാണക്കാര്യം പറഞ്ഞു. കല്യാണ ഡേറ്റ് എടുത്തെന്നും പറഞ്ഞു. മുടിയേറ്റിന് മുമ്പുള്ള ഞായറാഴ്ച 10-നും 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ കല്യാണം, അതായത് ധനുമാസം 20-ാം തീയതി വിവാഹം. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അനന്ത പത്മനാഭൻ്റെ തിരുനടയിൽ വെച്ച് തന്നെ വിവാഹം നടത്തണം. ദേവസ്വം ഓഫീസിൽ പോയി മണ്ഡപം ബുക്ക് ചെയ്യണം, സദ്യ ഏർപ്പാടാക്കണം, വിവാഹത്തിന് ആൾക്കാരെ വിളിക്കണം, സ്വർണ്ണമെടുക്കണം, കല്യാണ ഡ്രസ്സ് എടുക്കണം, അതിനു മുമ്പ് നിശ്ചയവും നടത്തണം. അവനൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഒക്കെയും കേട്ടിട്ട് രാഹുൽ ഭയങ്കര ചിരിയായിരുന്നു. എൻ്റെ അനന്ത, നീ ശ്വാസമൊന്ന് വിട്, ഒക്കത്തിന് നമുക്ക് സമയമുണ്ട്. ഇനി 2 മാസം ഇല്ലേ? നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനുമില്ലേ കൂടെ? നീ പോയി കല്യാണ മണ്ഡപം ആദ്യം ബുക്ക് ചെയ്തിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. കല്യാണ മണ്ഡപം കിട്ടാനാണ് എപ്പോഴും പാട്. ആനന്ദനും ചിരിച്ചു. എന്നാൽ ശരിയടാ, ഞാനേ ദേവസ്വം ബോർഡ് വരെ ഓഫീസിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അവൻ ഫോൺ വെച്ച് എന്നിട്ട് പുറത്തേക്ക് വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ, ഞാൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പോവാണേ, അവിടെ നിന്ന് പോയിട്ട് വരട്ടെ. ആദ്യം പോയി അന്നത്തെ ഡേറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു വിവാഹ മണ്ഡപം ഉണ്ടോ എന്ന് തിരക്കി ബുക്ക് ചെയ്തിട്ട് വരട്ടെ. അവൻ ദേവസ്വം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിനി ഒരു കല്യാണമാണ് കൂടേണ്ടത്. ബാക്കി നമുക്ക്